ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം കേട്ടോ. അങ്ങനെ ആദിയുടെ രചന പറയുന്നുണ്ട്, ആദി നീ ഇറങ്ങി വരാൻ നോക്കിക്കേ എന്ന് പറയാണ്. നിന്നെ ഇവള് കൊണ്ടുവന്നതല്ലേ ബലമായിട്ട് എന്ന് പറയുമ്പോഴേക്കും ഇഷിത ആദ്യടുത്ത് പറയുന്നുണ്ട്, മോനെ നീ ആരുടെ കൂടെ വന്നത് നിൻ്റെ മമ്മിയെടുത്ത് ഒന്ന് പറഞ്ഞു കൊടുക്കുക എന്ന് പറയുമ്പോൾ ചിപ്പി പറയുന്നുണ്ട്, അത് എൻ്റെ കൂടെയാണ് വന്നതെന്ന് പറയുമ്പോഴേക്കും മിണ്ടിപ്പോവരുത്, എടാ നീ ഇവളെ നിർബന്ധിച്ച് ഇവളുടെ കൂടെ വന്നതല്ലേ, എടാ ഇവളുടെ കൂടെ കാറി കയറി പോണത് കണ്ടവരുണ്ടെന്ന് പറയുമ്പോൾ മമ്മി ഒച്ചെടുക്കണ്ട, ഞാൻ ഇഷിതാമ്മയുടെ കൂടെ അല്ല വന്നത്, ഡാഡിയുടെ കൂടെയും ചിപ്പിയുടെ കൂടെയാണ് വന്നത് എന്ന് പറയുമ്പോൾ അത് ചിപ്പിനെ കാണാൻ വേണ്ടിയിട്ട് വന്നതാണെന്ന് പറയുമ്പോൾ അതെ എന്നെ കാണാൻ വേണ്ടിയിട്ടാണ് മമ്മി ആദ്യമായിട്ട് വന്നത് എന്ന് ചിപ്പി പറയുമ്പോൾ ആഹാ നിന്നെ കാണാൻ വേണ്ടി ആദ്യം ഇങ്ങോട്ട് വന്നു, എന്നിട്ട് ഞങ്ങളെ കാണാൻ വേണ്ടി നീ അങ്ങോട്ട് വരാറില്ലല്ലോ എന്ന് ചിപ്പിയുടെ അടുത്ത് രചന ചോദിക്കുമ്പോഴേക്കും രാമനാഥൻ പറയുന്നുണ്ട്, അവളെ എങ്ങനെ അവിടേക്ക് വരും, അതിന് ആദ്യക്കും നിനക്ക് സ്വന്തമായിട്ടൊരു വീടുണ്ടോ, നിങ്ങൾ ഒറ്റക്കൊരു വീട്ടിൽ താമസിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ചിപ്പി അവിടെ വരുമായിരുന്നു, ഞങ്ങൾ ആരും എതിർക്കില്ലായിരുന്നു, പക്ഷെ നീ ഇപ്പം താമസിക്കേണ്ടത് ചിപ്പിയുടെ നിങ്ങളുടെ സ്വന്തം വീട്ടിലേക്കാണോ അല്ലല്ലോ എന്ന് പറയുമ്പോഴേക്കും സ്വപ്നവലി പറയുന്നുണ്ട്, അതെ വേറെ ആരുടെ കൂടെ പൊറുക്കും, എന്നിട്ട് അവിടേക്ക് എന്ത് ധൈര്യത്തിലാണ് ഞാൻ എൻ്റെ കൊച്ചിനെ വിടേണ്ടത് എന്ന് ചോദിക്കുകയാണ്. അത് കേൾക്കുമ്പോഴേക്കും രചന ഒന്നും തന്നെ മിണ്ടുന്നില്ല കേട്ടോ. ആദി നീ എഴുന്നേറ്റ് വന്നേ എന്ന് പറയുമ്പോഴേക്കും കൈ പിടിച്ച് വലിക്കുമ്പോഴേക്കും പെട്ടെന്ന് തന്നെ മഹേഷ് അവിടെ നിന്ന് എഴുന്നേക്കാണ്. രചനയുടെ കൈ തട്ടി മാറ്റുന്നുണ്ട്. തൊട്ടുപോലെ തന്നെ മോന എന്ന് പറയുമ്പോൾ അത് എൻ്റെ മോനെന്ന് പറയുമ്പോൾ എൻ്റെയും കൂടി മോനെ അവനെ വരണമെന്ന് തോന്നുമ്പോൾ ഇവിടെ വരും, പോകണമെന്ന് തോന്നുമ്പോൾ അവനെ പോകും, അത് അവൻ്റെ ഇഷ്ടമാണ്, നീ നിർബന്ധിക്കേണ്ട എന്ന് പറയാണ്. അപ്പോഴേക്കും ആദി പറയണ്ട്, അമ്മ വെയിറ്റ് ചെയ്യ്, ഞാൻ ഭക്ഷണം കഴിച്ചിട്ട് വരാം എന്ന് പറയാണ്. ആദി നീ വരാതെ ഞാൻ ഇവിടുന്ന് പോകുന്നു നീ വിചാരിക്കേണ്ട എന്ന് പറയുമ്പോൾ മഹേഷ് പറയുന്നുണ്ട്, നിനക്കൊന്നില്ലെങ്കിൽ ഇവിടെ നിൽക്കാം അല്ലെങ്കിൽ പുറത്തേക്ക് പോകാം എന്ന് പറയുമ്പോൾ രചന പറയണ്ട, ആദി ഞാൻ പുറത്ത് വെയിറ്റ് ചെയ്യും, വേഗം വന്നേക്കണം എന്ന് പറഞ്ഞിട്ട് രചന പുറത്തേക്ക് ഇറങ്ങി പോകാട്ടോ. പുറത്ത് പോകുമ്പോൾ തന്നെ സ്വപ്നവലി പറയുന്നുണ്ട്, പക്ഷേ ഇവൾ ആരാ ഇങ്ങോട്ടേക്ക് ക്ഷണിച്ചത്, പാവൻ്റെ കുഞ്ഞു ഒന്ന് കഴിച്ചു പോലും ഇല്ല എന്ന് പറയുമ്പോൾ ഇഷിത പറയുന്നുണ്ട് ആദിയുടെ അടുത്ത്, മോനെ ആദി നീ കഴിച്ചിട്ട് പതുക്കെ പോയാൽ മതി, കുഴപ്പമൊന്നുമില്ല, മമ്മി വഴക്കൊന്നും പറയില്ല കേട്ടോ, എല്ലാം ശരിയാകും, നീ കഴിക്കുക എന്ന് പറയുമ്പോഴേക്കും ചിപ്പി പറയുന്നുണ്ട്, ആദ്യേട്ടാ അതെ ഫുഡ് കഴിച്ചിട്ട് ഡാഡി വാങ്ങിച്ചെന്ന ഐസ്ക്രീം കൂടി കഴിച്ചിട്ട് പോയാൽ മതി കേട്ടോ. ശരി ചിപ്പി എന്ന് ആദ്യം സന്തോഷത്തോടെ പറയുന്നുണ്ട്. അത് കേൾക്കും മഹേഷിന് സന്തോഷമാവും കേട്ടോ. അങ്ങനെ വീടിൻ്റെ പുറത്ത്, അതായത് ആ ഫ്ലാറ്റിൻ്റെ പുറത്ത് കാത്തു നിൽക്കുകയാണ് രചനയുടെ അടുത്തേക്ക് ഇഷിത വരുന്നുണ്ട്. നീ പേടിക്കൊന്നും വേണ്ട, ആദിനെ ഞങ്ങളാരും തട്ടിയെടുക്കാൻ പോണില്ല, കോടതി വിധി നിൻ്റെ കൂടെ ആദിനെ വളരണമെന്ന് അറിയാവുന്നത് കൊണ്ട് തന്നെയാണ് ഞങ്ങൾ അവനിവിടത്ത് കൊണ്ടുവരാത്തത്, പിന്നെ അവനൊരു അച്ഛമ്മേനും അച്ചാച്ചനൊക്കെ ഉണ്ട്, അവരെ കാണുന്ന അവരൊരു ആഗ്രഹം പറഞ്ഞാൽ പിന്നെ കാണണ്ടേ, എൻ്റെ മോനെ നീ അവസാനം നിൻ്റെ വഴിക്ക് കൊണ്ടുവന്നു എല്ലേടി, നിൻ്റെ മുഖത്ത് ഇപ്പോൾ ഒരു വിജയചിരിയുണ്ട്, അത് അത്ര നാൾ ഉണ്ടാവില്ല. രചന ഇതിൻ്റെ പേരിൽ വാശിയും വൈരാഗ്യം ഒന്നും വേണ്ട, അവനൊന്ന് കാണാൻ വന്നു, അതിനിപ്പോൾ എന്താ പ്രശ്നം, അവനൊരിക്കലും നിന്നെ വിട്ട് പോകാൻ പോകണമെന്നില്ല, നീ നന്നായിട്ട് വളർത്തിയാൽ നിൻ്റെ കൂടെ തന്നെ അവൻ ഉണ്ടാകും, നീ ഈ ചായ കുടിക്ക്, നിൻ്റെ ചായ സൽക്കാരത്തിന് വന്നതല്ലടി ഈ രചന എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് രചന നിലത്തേക്ക് പോകാട്ടോ. നിലത്തേക്ക് പോകുമ്പോഴേക്കും ഇഷിതയും പുറകെ പോകുന്നുണ്ട്. രചന നീ ഇത്രയൊക്കെ പറഞ്ഞതുകൊണ്ട് ഞാനൊരു കാര്യം പറയാം, നിൻ്റെ മോളെ ഞാൻ ഒരിക്കലും തട്ടിയെടുത്തിട്ടില്ല, നീ പറഞ്ഞല്ലോ നിൻ്റെ മോളെ ഞാൻ തട്ടിയെടുത്തു എങ്ങനെ തട്ടിയെടുത്തു എന്നാണ് പറയണത്, എൻ്റെ ജീവിതത്തിലേക്ക് ഒരു പെൺകുട്ടി കടന്നു വന്നു, അത് നിൻ്റെ മോളായിരുന്നു, എന്നെ അമ്മ എന്ന് വിളിച്ചു, അമ്മയായിട്ട് കാണട്ടെയും ചോദിച്ചു, അവളൊരു ആഗ്രഹം പറഞ്ഞു, അവളുടെ അച്ഛൻ്റെ പ്രപ്പോസൽ എനിക്ക് വന്നപ്പോൾ ഞാൻ കല്യാണം കഴിച്ചു, അത്രയേ ഉള്ളൂ, അല്ലാതെ നീ വിചാരിക്കുന്ന പോലെ മഹേഷിൻ്റെ അടുത്ത് ഞാൻ വാക്ക് കൊടുത്ത് നിൻ്റെ മോളെ തട്ടിയെടുക്കുക എന്നൊന്നും വാക്ക് ഞാൻ കൊടുത്തിട്ടില്ല. ഇല്ലടി നീ എന്തോ ചെയ്തിട്ടുണ്ട്, നീ എന്തോ കൈവിഷം കൊടുത്തിട്ടുണ്ട് മഹേഷിനെ കല്യാണം കഴിക്കുന്ന മുമ്പ് നീ അവനോട് പറഞ്ഞിട്ടുണ്ടാവുമായിരിക്കും അവൻ്റെ 2 മക്കളെയും അവൻ്റെ അരികിൽ എത്തിക്കാമെന്ന്, എന്നിട്ടായിരിക്കും നീ അവൻ്റെ കൂടെ തുടങ്ങിയത് ജീവിതം. അതൊക്കെ രചനയുടെ മനസ്സിൽ തോന്നുന്ന വെറും കാര്യങ്ങൾ മാത്രമാണ്. പിന്നെ രചന പറഞ്ഞല്ലോ രചന മകനെ നല്ല രീതിയിൽ വളർത്തിയെന്നൊക്കെ, നീ എന്ത് നല്ല രീതിയിൽ വളർത്തിയെന്നാണ് പറയണത്, നീ നല്ല രീതിയിൽ വളർത്തിയെന്നെങ്കിൽ ഒരിക്കലും അവൻ അങ്ങനെ ആവില്ലായിരുന്നു, അവനൊരു കുറവും ഇല്ലെന്ന് നീ പറയണ്ടല്ലോ, വളർത്തിയതിന് ഒരു കുറവില്ലാതെ വളർത്തണേന്ന്, അവന് കുറവുകളുണ്ട്, അതുകൊണ്ട് അവൻ സ്കൂളിൽ പോകുമ്പോൾ പിള്ളേർ നിനക്ക് എത്ര അച്ഛന്മാരുണ്ടെന്ന് ചോദിക്കുമ്പോൾ അവൻ ആ പിള്ളേരുടെ മൂക്കടിച്ച് പരുത്തുന്നത്, അതൊക്കെ അവന് ഭയങ്കര ഡിപ്രഷൻ ആയതുകൊണ്ടിട്ടാണ്. നോക്കി രചന, നീയും ഞാനും മഹേഷൊക്കെ ഈ ഭൂമിയിൽ നിന്ന് പോയാലും ഈ ഭൂമിയിൽ ജീവിക്കേണ്ടവരാണ്, ആദ്യം ചിപ്പിയൊക്കെ അവരടുത്ത തലമുറയാണ്, അവർ നല്ല രീതിയിൽ വളർത്താൻ നോക്ക്, അവരുടെ മനസ്സിലേക്ക് വിഷം കുത്തിവെക്കേണ്ടത് നന്മയാണ്. നിന്റെ ശത്രുവായിരിക്കും മഹേഷ്, പക്ഷെ ആ ശത്രുത എന്തിനെ ആദിയിലേക്ക് വളർത്തി പിടിപ്പിക്കണത്. ഞാൻ നിൻ്റെ അടുത്തൊരു കാര്യം പറയാം, ഒരു ചെടി അത് ഇരുട്ട് റൂമിൽ കൊണ്ടേ വെച്ച് കഴിഞ്ഞാലുണ്ടല്ലോ, ആ റൂമിൽ എവിടെയെങ്കിലുമൊക്കെ പ്രകാശം ഉണ്ടെങ്കിൽ ആ ചെടി എത്രയൊക്കെ തടഞ്ഞാലും ആ പ്രകാശത്തിലേക്ക് പുതിയ ശിഖകൾ വന്ന് പോയിക്കൊണ്ടേയിരിക്കും. അതുപോലെ ആദിയുടെ കാര്യം, നീ എത്ര തടഞ്ഞു വെക്കാൻ നോക്കിയാലും, നീ ഇപ്പോൾ വഴക്ക് പറഞ്ഞാലും അവൻ ഇങ്ങോട്ടേക്ക് വരാനുള്ള അടുപ്പം കൂടെയുള്ളൂ. അത് നീ ആലോചിച്ചോ, നിൻ്റെ മകന് ആരും തട്ടിയെടുക്കാൻ പോണില്ല, പക്ഷെ നീ ഇപ്പം ഇങ്ങനെയൊക്കെ പറഞ്ഞല്ലോ, അതുകൊണ്ട് ഞാൻ പറയാം, നീ ഒരുപാട് അങ്ങോട്ട് പറയുകയാണെങ്കിൽ ചിലപ്പോൾ നിൻ്റെ മകനെ എൻ്റെ മഹേഷിൻ്റെ അടുത്തേക്ക് എത്തിക്കും. എന്തു പറഞ്ഞൂടി നീ എന്ന് പറഞ്ഞിട്ട് രചന ഇഷിതയുടെ മുഖത്തേക്ക് അടിക്കാൻ പോകുമ്പോഴേക്കും ഇഷിത കൈ തടയുക കേട്ടോ. എന്നിട്ട് പറയുന്നുണ്ട്, ഇത് തിരിച്ചെനിക്ക് തരാനൊക്കെ അറിയാം, പക്ഷെ തരാത്തന്നെ കാരണം എന്താണോ, നിൻ്റെ മകൻ ഇത് കണ്ടിട്ട് ഇങ്ങോട്ട് വരരുത്, ഞാൻ നിൻ്റെ മുഖത്തടിച്ചത് അവൻ അറിയരുത്, അതുകൊണ്ടാണ് ഞാൻ ഇപ്പം നിൻ്റെ മുഖത്തടിക്കാത്തത്, അതുകൊണ്ട് ഇനിയെങ്കിലും നന്നാവാൻ നോക്ക് രചന എന്ന് പറയണം. നിൻ്റെ മകനെ നല്ല രീതിയിൽ നീ വളർത്താൻ നോക്ക്, നല്ല രീതിയിൽ വളരാനുള്ള സാഹചര്യം ഉണ്ടാക്കാൻ നോക്ക്. എടി നീ എന്നെ നല്ലത് പഠിപ്പിക്കുകയാണോ, എടി നിനക്ക്
നിനക്ക് നല്ലത് നിനക്ക് അങ്ങനെ പഠിപ്പിക്കണമെന്നൊക്കെ ഉണ്ടെങ്കിൽ സ്വന്തമായിട്ട് പ്രസവിക്കാൻ നോക്കടി, നിനക്ക് സ്വന്തമായിട്ട് കുഞ്ഞുണ്ടാക്കാൻ നോക്കുക. അങ്ങനെയാകുമ്പോഴേ ഒരു കുഞ്ഞ് നഷ്ടപ്പെടുമ്പോഴുള്ള വേദന നിനക്ക് മനസ്സിലാവുള്ളൂ. എടി, പ്രസവ വേദന കൊണ്ട് ഒരു സ്ത്രീ പ്രസവിച്ചത് കൊണ്ട് ഒരിക്കലും ഒരു അമ്മയാവില്ല. അത് കഴിഞ്ഞിട്ട് മക്കളുടെ വേദനയുണ്ട്, അതും മനസ്സിലാക്കാൻ കഴിയണം ഒരു അമ്മ മാത്രമേ യഥാർത്ഥ അമ്മ. അത് നിനക്കില്ല. അതിനെ നീ എൻ്റെ വായടപ്പിക്കാൻ വേണ്ടി നോക്കണ്ട എന്ന് പറഞ്ഞിട്ട് ഇഷിത അവിടെ നിന്ന് പോവാണ്. രചനക്കാണെങ്കിൽ ആകെ എന്തോ പോലെ ആവാട്ടെ, മുഖത്തൊരു അടി കിട്ടിയ പോലത്തെ ഒരു ഫീല് തോന്നാണ്. ആണെങ്കിൽ നമ്മുടെ സ്വപ്നയിലെടുത്ത് രാമനാഥനടുത്തൊക്കെ അങ്ങനെ യാത്രയൊക്കെ പറഞ്ഞ് പോകാൻ വേണ്ടി ഒരുങ്ങും കേട്ടോ. അതിനുശേഷം രാമനാഥൻ പറയുന്നുണ്ട്, മോനെ മമ്മി വന്ന് അങ്ങനെയൊക്കെ പറഞ്ഞാലും മോൻ വിഷമിക്കൊന്നും കേട്ടോ. മോനെ കാണാത്തതിൻ്റെ ആ ഒരു വിഷമവും ദേഷ്യവും കൊണ്ടിട്ടാണ് രചന അങ്ങനെയൊക്കെ പറഞ്ഞത്. മോനതൊക്കെ ഈ ചെവിക്കടി കേട്ട് ആ ചെവിക്കടി കളഞ്ഞാൽ മതി എന്ന് പറയുമ്പോഴേക്കും അതെ അങ്ങനെ ചെയ്താൽ മതി മോനെ എന്ന് സ്വപ്നവലി പറയുമ്പോൾ ചിപ്പി പറയുന്നുണ്ട്, അതെ അതെ ആദ്യമായിട്ടാ അച്ചാച്ചൻ വഴക്ക് പറയുമ്പോഴേ അച്ചാമ്മ വഴക്ക് പറയുമ്പോഴേ അച്ചാച്ചൻ അങ്ങനെയൊക്കെ ചെയ്യാറ് എന്ന് പറഞ്ഞിട്ട് അവരിങ്ങനെ ചിരിക്കുക കേട്ടോ. ശേഷം ആദ്യയുടെ അടുത്ത് നമ്മുടെ സ്വപ്നവലി പറയുന്നുണ്ട്, മോനെ ഇത്രയോ നേരിട്ട് നീ നിൻ്റെ അച്ഛനും ഡാഡി അടുത്ത് ഒന്നും സംസാരിച്ചില്ലല്ലോ. നീ ഇവിടുന്ന് പോകുന്ന മുമ്പ് നിൻ്റെ ഡാഡി അടുത്ത് 2 വാക്ക് സംസാരിക്കണം, അത് എൻ്റെ ഒരു ആഗ്രഹമാണ് എന്ന് പറയുമ്പോഴേക്കും രാമനാഥൻ പറയുന്നുണ്ട്, മോനെ നമ്മളെ സ്നേഹിക്കുന്നവരെ നമ്മൾ ശരിക്കും മനസ്സിലാക്കണം. മഹേഷിനറിയാം, മഹേഷിന് ഒരുപാട് സ്നേഹം നിൻ്റെ അടുത്തുണ്ട്. നീ വിഷമിക്കും, നിനക്കൊരു വേദനയാകും, നിനക്ക് ഇഷ്ടാവില്ല എന്ന് വെച്ചാൽ അവൻ ഇത്രയും നേരം മിണ്ടാതെ മാറി നിൽക്കുന്നത് നീ കണ്ടില്ലേ മോനെ, നിൻ്റെ ഡാഡി മാറി നിൽക്കുന്നത് എന്ന് പറയാണ്. ആദ്യം മഹേഷിനെ നോക്കുമ്പോൾ മഹേഷ് ഒരു മൂലക്ക് മാറി നിൽക്കാട്ടോ. സ്വപ്നവലി പറയുന്നുണ്ട്, മോനെ നീ ഇവിടെ നിന്ന് പോകുമ്പോഴേക്കും നീ ഡാഡി അടുത്ത് എന്തെങ്കിലും 2 വാക്ക് സംസാരിക്കണം, അത് ഈ അച്ഛമ്മയുടെ ആഗ്രഹമാണെന്ന് എന്ന് പറയുമ്പോഴേക്കും നിനക്കിപ്പോഴും ഡാഡി അടുത്ത് പിണക്കമാണോ എന്ന് ചോദിക്കുമ്പോൾ ചിപ്പി പറയുന്നുണ്ട്, എൻ്റെ അച്ഛമ്മ എന്തോ കാര്യമാണ് പറയണത്, ഡാഡി അടുത്ത് ഒരു പിണക്കും ആദ്യമായിട്ടിനില്ല. അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ ഡാഡി വാങ്ങിച്ചെടുത്ത ഐസ്ക്രീം ആദ്യമായിട്ടും കഴിക്കുമായിരുന്നോ? അത് ശരിയാ, എങ്കിലും മോനൊന്ന് സംസാരിക്കണം എന്ന് പറയുമ്പോൾ നമ്മുടെ മഹേഷ് പറയേണ്ടത്, വേണ്ടമ്മേ അവനെ നിർബന്ധിക്കേണ്ട, അവനെ നാളൊരു സമയത്ത് എല്ലാ സത്യങ്ങളും മനസ്സിലാവും, അവൻ എന്നെ പൂർണ്ണ മനസ്സോട് സംസാരിക്കും. ആ ഒരു ദിവസത്തിന് വേണ്ടി കാത്തിരിക്കും തോറും അതിൻ്റെ ആ ഒരു സ്നേഹത്തിൻ്റെ മാധുര്യം കൂടെയുള്ളൂ എന്ന് വിശ്വസിക്കുന്ന ഒരാളാമ്മേ ഞാൻ എന്ന് മഹേഷ് പറയാണ്. അതെല്ലാം തന്നെ കേട്ടുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ ആദ്യം കേട്ടോ. ശേഷം രാമനാഥൻ പറയുന്നുണ്ട്, ഇഷിതയാണെങ്കിൽ നല്ല കുട്ടിയാണ് എന്ന് പറയുമ്പോഴേക്കും ആദ്യം പറയുന്നുണ്ട്, ഇഷിതാമ്മ നല്ല സ്ത്രീയാണെന്ന് എനിക്ക് ആദ്യമേ തോന്നിയായിരുന്നു എന്നിങ്ങനെ പറയുമ്പോൾ എല്ലാവർക്കും സന്തോഷമാവാണ്. അപ്പോഴേക്കും ഇഷിത അങ്ങോട്ടേക്ക് വരുന്നുണ്ട് കേട്ടോ, വാതിൽ തുറന്നിട്ട്. അതിർത്ത് പറയുന്നുണ്ട്, മോനെ മമ്മി കാത്തിരിക്കേണ്ട, കുറേ നേരമായി കാത്തിരിക്കുന്നത്, മോനെന്ന് പൊയ്ക്കോ എന്ന് പറയാണ്. എങ്കിൽ ഞാൻ ഇറങ്ങട്ടെ, അയ്യോ എൻ്റെ ബാഗ് എവിടെ വെച്ചു, ബാഗിന് ഞാനെടുത്തരാ ആദ്യമായിട്ടാ എന്ന് ചിപ്പി പറയാണ്. മോൻ മമ്മി വിലക്കി വെച്ചിട്ട് ഇങ്ങോട്ട് വരാതെ ഒന്നും ഇരിക്കരുത് കേട്ടോ എന്ന് സ്വപ്നയിൽ പറയുമ്പോൾ ഞാൻ വരാം അച്ഛമ്മേ എന്ന് പറയാണ്. എങ്കിൽ ഞാൻ പോയിക്കോട്ടെ. ശരി മമ്മി വഴക്കൊന്നും പറയില്ല, അങ്ങനെ മമ്മി വഴക്ക് പറയാലോ, മോൻ അതൊന്ന് കാര്യമാക്കണ്ട കേട്ടോ എന്ന് ഇഷിത പറയാണ്. ആ ശരി എന്ന് പറയുന്നുണ്ട്. എന്നാൽ ശരി അച്ഛമ്മേ, അച്ചാച്ച ബായ്, ചിപ്പി മോളെ പോവാണേ, ഇഷിതാമ്മേ പോകുവാണേ എന്നൊക്കെ പറഞ്ഞിട്ട് ആദ്യം അവിടെ നിന്ന് പോവാട്ടോ. മഹേഷിനോട് മാത്രം പറയുന്നില്ല, ഇഷിതക്കും അത് വിഷമമാവുന്നുണ്ട്. മഹേഷിൻ്റെ മുഖമൊക്കെ ആകെ മാറും കേട്ടോ. അങ്ങനെ ചിപ്പിയുടെ കൈ പിടിച്ച് ആദ്യം വാതിൽ തുറന്ന് പുറത്തേക്ക് പോകുകയാണ്. അവർ പുറത്തേക്ക് പോയി കഴിയുമ്പോഴേക്കും ഇഷിത പറയും, മഹേഷ് അത് കാര്യമാക്കേണ്ടത് പറയുമ്പോൾ സാരില്ലടോ, അവൻ എന്തായാലും ഇന്നല്ലെങ്കിൽ നാളെ എന്നെ മനസ്സിലാക്കും, എനിക്കിപ്പോൾ അത് പൂർണ്ണ വിശ്വാസമുണ്ട് എന്ന് മഹേഷ് പറയാണ്. അതിനുശേഷമാണെന്നുണ്ടെങ്കിൽ ആദിയുടെ കൈ പിടിച്ചിട്ട് ചിപ്പി നിലത്തേക്ക് രചനയുടെ അടുത്തേക്ക് കൊണ്ടുവരും കേട്ടോ ആദീന. അവരുടെ കൂടെയാണെങ്കിൽ സ്വപ്നവല്ലിയും പോകുന്നുണ്ട്. കാണുമ്പോൾ തന്നെ രചന ചോദിക്കേണ്ട, ഹോ വയറ് നിറച്ച് കഴിച്ചിട്ട് വന്നോടാ, നിന്നെ അവിടെ പട്ടിണി കെടുത്തിരിക്കണല്ലേ, ഭക്ഷണം തരാമെന്ന് പറഞ്ഞപ്പോഴേക്കും ഓടി വന്നിരിക്കുന്ന നാണമില്ലാതെ ഇങ്ങോട്ട് വാടാ എന്ന് പറഞ്ഞ് വലിക്കാണ്. മമ്മി എന്നെ ഒന്ന് വിട്, ഞാൻ വന്നോളാം എന്ന് ആദ്യം പറയുമ്പോഴേക്കും സ്വപ്നവല്ലി പറയുന്നുണ്ട്, രചനെ നോക്ക്, നീ എത്ര തടഞ്ഞു വെച്ചാലും ഇവൻ്റെ സിരകളിലോടുന്നത് എൻ്റെ മോൻ മഹേഷിൻ്റെ രക്തമാണ്. നീയും മഹേഷും തമ്മിൽ ഡിവോഴ്സ് ആയിരിക്കും, അത് കോടതി ഒരു പേപ്പറിൽ ഒപ്പിട്ട് കഴിഞ്ഞാൽ തീർന്നു ഭാര്യയുടെ ഭർത്താവിൻ്റെ ബന്ധം. പക്ഷെ അതുകൊണ്ട് തീരുന്ന ഒന്നല്ല മക്കൾ തമ്മിലുള്ള ബന്ധം എന്ന് പറയുന്നത്. നിങ്ങൾ രണ്ടുടെ ബ്ലഡാണ് ഇവൻ്റെ ശരീരത്തിൽ ഓടുന്നത്, അത് ആർക്കും ഇല്ലാതാക്കാൻ പറ്റുമൊന്നുമില്ലല്ലോ. നിനക്കൊരു കാര്യം അറിയാവോ, ഇവനെ നീ പ്രസവിച്ച സമയത്ത്, നീ എപ്പോഴും പ്രസവ കണക്ക് പറയണ്ടല്ലോ, പ്രസവിച്ച സമയത്ത് ഇവൻ ആദ്യം കൈകളിൽ ഏറ്റുവാങ്ങിയത്, ഞാൻ എൻ്റെ കൈകളിൽ ഏറ്റുവാങ്ങിയത് കേട്ടില്ലേടാ, പ്രസവത്തിൻ്റെ കയ്യിലെടുത്ത കണക്ക് വരാ ഇവർ പറയാണ്, ഇതൊക്കെ കേൾപ്പിക്കാനാണോ നീ എന്നെ ഇവിടെ നിർത്തിയത് എന്ന് പറയാണ്. നീ മര്യാദയ്ക്ക് വാടാ എന്ന് പറയുമ്പോഴേക്കും സ്വപ്നവലി പറയുന്നുണ്ട്, രചനെ നീ ഇപ്പം ഇവനെ നിനക്ക് ചിലപ്പോൾ തടഞ്ഞു വയ്ക്കാൻ പറ്റുമായിരിക്കും, പക്ഷെ നാളൊരു സമയത്ത് ഇവൻ വലുതാവും, സ്വന്തം കാലിൽ നിൽക്കും, അന്ന് ഇവനെ സ്വന്തമായിട്ട് തീരുമാനം എടുക്കാനാവുമ്പോൾ അവൻ ഇവിടെ വരും. പക്ഷെ അന്ന് ആർക്കും ഇവനെ തടയാൻ പറ്റില്ല. എനിക്കും രാമനാഥനെയൊക്കെ വയസ്സായി വരുവാണ്, ഞങ്ങളുടെ അവസാന നിമിഷങ്ങളിൽ കൊച്ചുമക്കളെയൊക്കെ കാണണമെന്ന് ആഗ്രഹം ഉണ്ടാകും, അത് നീ തടയിടാൻ വരല്ലേ രചനെ, വാടാ ആദി, നീ വന്നിട്ട് വരാനല്ലേ പറഞ്ഞത്, വാടാ എന്ന് പറഞ്ഞിട്ട് മമ്മി എന്ന് പറഞ്ഞ് വാടി ഇങ്ങോട്ട് എന്ന് പറയുമ്പോൾ തന്നെ സ്വപ്നയുടെ കയ്യിൽ കയറി പിടിക്കാട്ടോ. ആദി കണ്ടില്ലേ അവനെൻ്റെ കയ്യിൽ കയറി പിടിച്ചത്, എൻ്റെ കൊച്ചുമോൻ, ഇവനെ തഞ്ചാവൂർ ഫാമിലിയുടെ ബ്ലഡാ എന്നൊക്കെ പറയുമ്പോഴേക്കും ഇങ്ങോട്ട് വാടാ എന്ന് പറഞ്ഞിട്ട് വലിച്ചഴച്ച് രചന അവിടെ നിന്ന് കൊണ്ടുപോകാട്ടോ. രചന അങ്ങനെ കൊണ്ടുപോയി കഴിയുമ്പോഴേക്കും നമ്മുടെ സ്വപ്നവല്ലിക്കും ആകെ വിഷമമാണ്. സ്വപ്നവല്ലി അകത്ത് കയറി കരഞ്ഞുകൊണ്ട് പോകുന്നുണ്ട്.
ചിപ്പി ചോദിക്കുന്നുണ്ട് ഇഷിത അടുത്ത്, അല്ല ഈ മമ്മി എപ്പോഴും എന്തിനാ ആദ്യേട്ടനെ വഴക്ക് പറയണത്? അതോ മമ്മിക്ക് ഇപ്പോൾ ആദ്യേട്ടൻ മാത്രമല്ലേ ഉള്ളൂ, ആദ്യേട്ടനെ കൈവിട്ട് പോകുന്നുള്ള പേടി കൊണ്ട് മമ്മി അങ്ങനെയൊക്കെ പറയണത്? ആദ്യേട്ടനെ മമ്മിക്ക് അത്ര ഇഷ്ടമാണ്? ഇല്ല, ആദ്യേട്ടനെ മമ്മിക്ക് ഒട്ടും ഇഷ്ടമല്ല. അല്ലെങ്കിൽ ആദ്യേട്ടന് ഇഷ്ടമായിരുന്നെങ്കിൽ ആദ്യേട്ടൻ ഒരിക്കലും ചീത്ത കുട്ടിയായിട്ട് വളരില്ലായിരുന്നു. ഇപ്പോഴും ആദ്യേട്ടൻ നല്ല കുട്ടിയായത്. പക്ഷേ ഇനിയും ആ മമ്മി കൊണ്ടുപോയിട്ട് ഇനിയും ചീത്ത ഉപദേശങ്ങൾ കൊടുത്ത് ആദ്യേട്ടനെ ചീത്തയാക്കുമെന്ന് എനിക്ക് പേടിയാവുന്നുണ്ട്. സ്കൂളിലെ പിള്ളേരൊന്നും ആദ്യേട്ടനെ കൂട്ടുണ്ടാവില്ലെന്ന് ടെൻഷനാവുന്നു. അങ്ങനെയൊന്നും സംഭവിക്കില്ല മോളെ, ആദ്യം നല്ല കുട്ടി തന്നെയാകും, എനിക്കുറപ്പാ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഭാഗത്തോടെയാട്ടോ ഇന്നത്തെ എപ്പിസോഡ് തീരുന്നത്. നാളത്തെ പ്രൊമോയിൽ കാണിക്കുന്നത് അതുപോലെ തന്നെ മനസ്വിനിയും തീരുമാനിക്കുകയാണ് ഡോക്ടർ മാളവികേനെ കാണാൻ പോകാനായിട്ട്. ഒരിക്കലും ഈ കാര്യം അഷിതയും ഇഷിതയും അറിയരുതെന്ന് പറയുന്നുണ്ട് നമ്മുടെ മഹേശ്വറിൻ്റെ അടുത്ത് കേട്ടോ. ഇത് അഷിത കേൾക്കുന്നുണ്ട്. അഷിത ഈ കാര്യം ഇഷിതേനെ ഫോൺ വിളിച്ച് പറയാണ്. ശേഷമാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ആദീന വഴക്ക് പറയാണ് ആകാശ് ആ വീട്ടിലേക്ക് പോയതിന്. അപ്പോൾ ആകാശിനോട് പറയുന്നുണ്ട് അങ്കിൾ എൻ്റെ ഡാഡി ആവുകയാണെങ്കിൽ ഞാൻ അങ്കിൾ പറഞ്ഞതൊക്കെ കേൾക്കാം, പക്ഷേ അല്ലാതെ അങ്കിള് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഒന്നും കേൾക്കാൻ പോണില്ല. ആകാശിന് ദേഷ്യം വരും കേട്ടോ. അതിനടിക്കാൻ പോണ പോലെയൊക്കെ പോകുമ്പോഴേക്കും രചന ആകാശിനെ വിളിച്ചുകൊണ്ട് റൂമിലേക്ക് പോകുന്ന ഒരു പ്രൊമോ ആണ് കാണിച്ചത്. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം ഫ്രണ്ട്സ്. ടേക്ക് കെയർ. ബൈ ബൈ.